ടീച്ചർ, ഒടുവിൽ സർക്കാർ നിലപാട് തിരുത്തുമെന്നുള്ള സൂചനകൾ തന്നെയാണ് നൽകുന്നത്. PS പ്രശാന്ത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ, മാധ്യമങ്ങളെ കണ്ടപ്പോൾ അത്തരത്തിൽ എന്താണ് ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ, അത് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെ കാണുന്നു ആ വാക്കുകളെ? ഇവിടെ ആ വാക്കുകളൊക്കെ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതിന് സംശയമുണ്ട്. കാരണം ഇത്രയും പുലിവാലൊക്കെ ഉണ്ടാക്കി ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരെ ബുദ്ധിമുട്ടിച്ച് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരെ കരയിച്ച് ഒരു വാശി പോലെ ആചാര ലംഘനം നടത്തിയവര് അതേ വാശി പോലെ സപ്രീം കോടതി ഭക്തരുടെ ഭാഗ്യം കൊണ്ടും അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ടും ഭക്തരുടെ പോരാട്ട വീര്യം കൊണ്ടും ഒക്കെ സുപ്രീം കോടതി കേസ് രണ്ടാമത് എടുക്കാൻ തയ്യാറായപ്പോഴും സത്യവാങ്മൂലം തിരുത്താൻ തയ്യാറായിട്ടില്ല. നാളിതുവരെ 2018 കഴിഞ്ഞതാണത്. അത് കഴിഞ്ഞ് 2025 വരെ ഇങ്ങനെ ഒരു ആലോചനയോ ചർച്ചയോ അവർ നടന്നിട്ടില്ല. ഇപ്പോ ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരില് മറ്റേ നിക്ഷേപകരിൽ നിന്ന് പണം സ്വീകരിക്കാനും പണം എടുക്കാനുള്ള ഒരു അയ്യപ്പ ഭക്ത സംഗമം നടക്കുമ്പോൾ ഹൈന്ദവ സംഘടനകളുടെയും അയ്യപ്പ ഭക്തരുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്ന എതിർപ്പ് അതിന് കാര്യമാത്ര പ്രസക്തി ഉണ്ട് എന്നവർക്ക് ബോധ്യമായി. അതുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്ത സംഗമം അവരുടെ അധികാരത്തിന്റെ ഹുങ്ക് കൊണ്ട് മാത്രം വിജയിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ ആ അയ്യപ്പ ഭക്ത സംഗമം പരാജയപ്പെടുത്തിയത് പൂർണ്ണ ബോധ്യമായ ഒരു അവസരത്തിൽ നടത്തുന്ന ഒരു നാടകമാണോ ഇത് എന്നുള്ള സംശയമുണ്ട്. അതായത് PS പ്രശാന്തിന്റെ വാക്കുകളെ, ദേവസ്വം ബോർഡ് അധ്യക്ഷന്റെ വാക്കുകളെ, സർക്കാർ സംവിധാനങ്ങളുടെ വാക്കുകളെ അത്രത്തോളം മുഖവിലേക്ക് എടുക്കേണ്ടതില്ല അല്ലേ? തീർച്ചയായും അനുഭവം അങ്ങനെയാണ്. നമ്മുടെ അനുഭവം ഇതുവരെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തുന്നത് വരെ, അതായത് പമ്പ അയ്യപ്പ ഭക്ത സംഗമം ഒറ്റയ്ക്ക് വിജയിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നത് വരെ ഇങ്ങനൊരു അവസ്ഥ ഇതിന്റെ ആലോചനാ യോഗം തുടങ്ങിയ മുതൽ ഹൈന്ദവ സംഘടനകളും ഭക്തരും ആവശ്യപ്പെട്ട സത്യവാങ്മൂലം നിങ്ങൾ തിരുത്തിയോ, ശബരിമലയിൽ ആചാരത്തിൽ പാലിച്ചുവോ, ഈ ചോദ്യം അവര് പലവട്ട ചോദ്യങ്ങളും എന്തിയിട്ടില്ല. ഇപ്പോ ഇവിടെ തിരിച്ചു പറഞ്ഞപ്പോ അവർക്ക് ബോധ്യമായി അവരെ കൊണ്ട് നടപ്പിലാക്കാൻ കഴിയില്ല. കാരണം ഭക്തർ അവരുടെ കയ്യിലല്ലിരിക്കുന്നത്. ഏതാനും 10 വ്യവസായികളെ ചിലപ്പോൾ കൊണ്ടുവരാൻ പറ്റുമായിരിക്കാം. അതിനപ്പുറത്തേക്ക് ഒന്നും അവരെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. കാരണം അത്തരം കാര്യങ്ങൾ ഭക്തർ ബാക്കി എന്താണെങ്കിലും ഭക്തിയുടെ കാര്യത്തിൽ അവർ ഒരുമിച്ച് നിൽക്കും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളും അയ്യപ്പ ഭക്തരും പറയുന്നതിൽ കാര്യമുണ്ട്. അവിടെയേ ഭക്തർ നിൽക്കുള്ളൂ. ഇത് വിജയിപ്പിക്കാൻ കേരള സർക്കാരിന്റെ മുമ്പ് കൊണ്ട് സാധിക്കില്ല എന്ന തിരിച്ചറിവിൽ ഇനി ഇത് നടത്തിയാൽ ചിലപ്പോൾ ഒരു പക്ഷേ, കാരണം അയ്യപ്പ ഭക്തരുടെ മോഹമാണ്, അവര് അതിനുവേണ്ടി കണ്ണീരൊഴുക്കിയതിന് കണക്കില്ല, അതിനുവേണ്ടി അവർ ബുദ്ധിമുട്ട് സഹിച്ചതിന് കണക്കില്ല. അപ്പൊ സർക്കാർ ഇത് മാറ്റി തരുമല്ലോ, ഈ സത്യവാങ്മൂലം മാറ്റിക്കൊടുത്ത് ശബരിമലയിൽ ഇനി ഇങ്ങനൊരു വിഷയം യുവതീ പ്രവേശനം എന്ന വിഷയം രണ്ടാമത് വരാത്ത വിധത്തിൽ അതൊരു അടഞ്ഞ അധ്യായമായി മാറുമല്ലോ എന്ന പ്രതീക്ഷ കൊണ്ടെങ്കിലും അയ്യപ്പ ഭക്തർ പങ്കെടുക്കട്ടെ എന്നാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് അവരുടെ മോഹം അതാണ് എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷെ ഇതുവരെ ചതിക്കപ്പെട്ടൊരു സമൂഹത്തിന് ഇതിനെ അങ്ങനെ ഒറ്റയടിക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതെ, വളരെയധികം നന്ദി ടീച്ചർ, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.